ആഗോള സ്വർണ്ണവില 28 മാസത്തെ ഉയർന്ന നിലയിൽ. ബ്രെക്സിറ്റിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിച്ചതാണ് കാരണം. അതേസമയം അസംസ്കൃത എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ തുടർന്ന് ആഗോള മൂലധന വിപണികളെല്ലാം കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏഷ്യൻ വിപണികൾ തുടർച്ചയായി നഷ്ടം രേഖപ്പെടുത്തുന്നതിനും നിക്ഷേപകർ സാക്ഷിയായി. ബ്രിട്ടന്റെ നാണയമായ പൗണ്ട് സ്റ്റെർലിംഗ് 31 വർഷത്തെ താഴ്ന്ന നിലവാരത്തിലെത്തി. പണലഭ്യത ഉറപ്പുവരുത്തുവാൻ ആഗോള സമ്പദ് വ്യവസ്ഥ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അതൊന്നും ബ്രെക്സിറ്റിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സഹായകമായില്ല. അതിനിടെ ഇറ്റലിയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പിടിയിലാണെന്ന വാർത്തകൾ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കുഴപ്പത്തിലാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടയിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ മാറുന്നതാണ് പിന്നീട് കണ്ടത്. ഇതിന്റെ തുടർച്ചയാണ് സ്വർണ്ണവില 28 മാസത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിയത്. ഒരു ഘട്ടത്തിൽ സ്വർണ്ണം ഔൺസിന് $1369 എന്ന നിലയിലേക്കാണ് ഉയർന്നത്. മാർച്ച് 2014 ശേഷം സ്വർണ്ണം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ആഗോളതലത്തിൽ സ്വർണത്തിന് സമാനമായി മെറ്റൽ വില ഉയരുമെന്നും വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം ഇന്ത്യ കൂടുതലായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില 0.4% ഇടിഞ്ഞ് ബാരലിന് $47.79 ആയി. ബിസിനസ് ഡെസ്ക് റിപ്പോർട്ടർ.